ഞങ്ങളിവിടെയൊക്കെ മീൽസൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു പായസം മധുരത്തിനായിട്ട് വിളമ്പാറുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു പായസം കേട്ടോ. ആ ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് പായസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പായസമാണ് കേട്ടോ ഇന്ന് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു അരക്കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നുറുക്ക് ഗോതമ്പ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ നുറുക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മറ്റേ നമ്മുടെ കുറച്ച് വലിയൊരു നുറുക്ക് ഗോതമ്പുണ്ടല്ലോ അതായാലും മതി. അപ്പോൾ ഇത് എന്താ ഒരു മണിക്കൂർ ഞാനൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ചവ്വരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. സാധാരണ അതിൽ ചവ്വരി അങ്ങനെ കാണാറില്ല. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഉപ്പുമാവ് വയ്ക്കുന്ന നുറുക്ക് ഗോതമ്പ് കുറച്ച് കൊഴുപ്പ് കുറഞ്ഞതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചവ്വരി ചേർത്തിട്ടുള്ളത്. ചവ്വരി ചേർക്കാതെയും റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഗോതമ്പ് നുറുക്കൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നത് വരെ വേവണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇതാ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതാ ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഈ ഒരു സമയം തന്നെ ഞാൻ എന്താ ഇവിടെ കുറച്ച് ശർക്കരപ്പാനിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 അച്ച് ശർക്കര ഒന്ന് ഇങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ശർക്കരപ്പാനി നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം വറ്റിക്കേണ്ടി വരില്ല. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ശർക്കരപ്പാനി റെഡിയാക്കി എടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്ത് വറുത്ത മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാനിൽ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഗോതമ്പ് നുറുക്കും ചവ്വരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് ഈ ഒരു ഗോതമ്പ് നുറുക്കിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനി അരിച്ചിട്ട് ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ശർക്കരപ്പാനിയൊക്കെ നല്ല തിക്കായിട്ട് ഒന്നങ്ങ് കുറുകി വരണം കേട്ടോ. നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശർക്കരപ്പാനിയും ഗോതമ്പ് നുറുക്കിലേക്കൊക്കെ നന്നായിട്ട് ശർക്കരപ്പാനിയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ ഗോതമ്പ് നുറുക്കിന് വരിക. അപ്പോൾ അതുപോലെ വറ്റിച്ചെടുക്കുന്നത് എന്തായാലും ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ഗോതമ്പ് നുറുക്ക് പായസത്തിലേക്ക്. ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ആകുമ്പോൾ അധികം തേങ്ങാപ്പാലൊന്നും അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് നല്ല തിക്കായിട്ടുള്ള പാലിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2ാം പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകി കഴിഞ്ഞാൽ നമ്മുടെ 1ാം പാൽ എത്രയാണുള്ളത് അതിനനുസരിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ തേങ്ങയുടെ നല്ല കട്ടിയുള്ള 1ാം പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഓഫാക്കാം. ചൂടായാൽ മതി കേട്ടോ. ഒന്ന് തിളക്കാൻ പാടില്ല, തിളച്ചാൽ പിരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതാ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് എടുത്തത് കാരണമാണ് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതി. പിന്നെ ഒരു 2 നുള്ള് ചുക്കുപൊടിയും 2 നുള്ള് നല്ല ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ പായസം റെഡിയായിട്ടോ. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗോതമ്പ് നുറുക്ക് പായസം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്